പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ൻ്റെ 4 ടേം സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ 10 വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ്റെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് യഥാർത്ഥത്തിൽ 2 കാരണം. ഒന്ന്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ തൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ബാല്യകാലത്തെക്കുറിച്ചിട്ട് വാചാലമായി സംസാരിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ വന്നിരുന്നു. ഭക്ഷണം കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു ബാലൻ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പോകുന്ന തൻ്റെ ബാല്യകാലം, അതിനെക്കുറിച്ചിട്ടൊക്കെ പിണറായി വിജയൻ കുറച്ച് സ്കൂൾ കുട്ടികളോടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ PR-കാർ തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് ഇറക്കിയതാണ് എന്നുള്ള ആരോപണങ്ങളുണ്ട്. അത് ആരോപണങ്ങളായിരിക്കാം, എന്തായാലും അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് പ്രചരിച്ചുകൊണ്ടിരിക്കവെയാണ് പിണറായി വിജയൻ ഒരു ജാഥയുടെ ഭാഗമായി ആനത്തലവട്ട ആനന്ദൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചൂരമീൻ കണ്ടപ്പോൾ കഴിക്കാതിരുന്നിട്ട് പോയതും, പിന്നീട് വില കൂടിയ നെയ്മീൻ കഴിക്കാൻ പിന്നെ താല്പര്യത്തോടെ വന്നതുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൗതുക വാർത്ത സി ദിവാകരൻ പറഞ്ഞത് യൂട്യൂബിൽ നമ്മൾ കാണാനുണ്ട്. അതും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള CPM നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ജീവിതശൈലി വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണല്ലോ. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അതായത് ദുരിതപൂർണമായ ബാല്യകാലത്തിലൂടെ കടന്നു വന്ന പട്ടിണി വരെ അഭിമുഖീകരിക്കേണ്ടി വന്ന പിണറായി വിജയൻ പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ എങ്ങനെ ഒരു പഞ്ചനക്ഷത്ര വിജയനായി മാറി എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെ പഞ്ചനക്ഷത്ര വിജയനായി എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മളൊന്ന് കേൾക്കണം. അതിൻ്റെ ഓഡിയോ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ആദ്യമായി ഒന്ന് കേൾപ്പിക്കുകയാണ്. ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്ന് വരും. ആരെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിൽ റൊട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം. ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും. അതിനകത്ത് ഇത് വെക്കും. ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്ന് വരും. ആ കാലത്തും ആരെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിരക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി. അത് ഏറ്റവും പ്രധാനമാണ്. എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക. സുഹൃത്തുക്കളെ, കേട്ടല്ലോ. ഇതാണ് പിണറായി വിജയൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ബാല്യം. നമുക്കറിയാം, ഒരു ചെത്തുകാരൻ കോരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. എനിക്കൊന്ന് 3-4 സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബം. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ബാല്യകാലം. ആ ബാല്യകാലത്തിലൂടെയൊക്കെ വളർന്ന് അതൊക്കെ അതിജീവിച്ച് CPM-ൻ്റെ വലിയൊരു നേതാവായി, കണ്ണൂർ ജില്ലയിലെ തന്നെ വലിയ നേതാവായി 1998-ൽ VS അച്യുതാനന്ദൻ കൈപിടിച്ച് കൊണ്ടുവന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാക്കി. സംസ്ഥാന സെക്രട്ടറിയായി പിന്നെ 4 ടേം സംസ്ഥാന സെക്രട്ടറിയായിട്ട് അവിടെ ഇരുന്നു. ഒരുപാട് വളർന്നു. അതിൻ്റെ ഇടയിലാണ് 2016-ലോ മറ്റോ ഉണ്ടായിരുന്ന ഈ മീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സി ദിവാകരൻ ചർച്ചാ വിഷയമാക്കിയത്. സുഹൃത്തുക്കളെ, അതിനുശേഷം പിണറായി വിജയൻ്റെ ഒരു പതിറ്റാണ്ട് കാലമുണ്ട്. ഒരു പതിറ്റാണ്ട് കാലം. ആ പതിറ്റാണ്ട് കാലമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി വാണരുളിയ കാലം. അതിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. 2016 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. 2016 21 ആദ്യം മുഖ്യമന്ത്രിയായി.
രണ്ടാമത് കോവിഡിൻ്റെയും കിറ്റിൻ്റെയും പെൻഷൻ്റെയും ഒക്കെ തേരിലേറി അദ്ദേഹം വീണ്ടും ഒന്നുകൂടി മുഖ്യമന്ത്രിയായി. അത് ഏതാണ്ട് ഇപ്പം അടുത്ത 2-3 മാസം കഴിയുമ്പോൾ അത് അവസാനിച്ച് അദ്ദേഹം പിണറായിലേക്ക് യാത്രയാവും. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ദുരിതപൂർണമായിട്ടുള്ള പട്ടിണി ഒക്കെ കിടന്നുള്ള കാലഘട്ടത്തിൽ നിന്ന് വളർന്നു വികസിച്ച് പാർട്ടി സെക്രട്ടറിയായി അതിനുശേഷം മുഖ്യമന്ത്രിയായ വിജയൻ എങ്ങനെ ഒരു പഞ്ചനക്ഷത്ര വിജയനായി രൂപാന്തരം പ്രാപിച്ചു, എങ്ങനെ ഒരു പഞ്ചനക്ഷത്ര വിജയനായി ട്രാൻസ്ഫോം ചെയ്തു എന്നതിൻ്റെ കുറച്ച് ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകും. അദ്ദേഹം ദുരിതപൂർണമായൊരു ബാല്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോഴുള്ള ജീവിതം പഞ്ചനക്ഷത്ര നിലവാര സ്പർശിയായിരുന്നു എന്ന് നമ്മൾ കാണണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ കാലഘട്ടം. നമുക്ക് ഓർമ്മയുണ്ടാവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 21 മന്ത്രിമാരും കൂടി ഒരു പഞ്ചനക്ഷത്ര ബസ്സിൽ ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു. 140 മണ്ഡലങ്ങളിലെയും ജനങ്ങളെ നേരിട്ട് കാണാനും അവരുടെ ദുരിതങ്ങളും അവരുടെ വിഷയങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് 140 മണ്ഡലങ്ങളിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെല്ലാം കൂടി ഒരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ആ പരിപാടിയുടെ ഇടയിൽ ഓരോ ജില്ലയിലും മുഖ്യമന്ത്രിയുടെയും ഈ മന്ത്രി പരിവാരങ്ങളുടെയും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരുന്നത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു. അവരാണ് ഇവരുടെ ഉച്ചഭക്ഷണം ക്രമീകരിച്ചത്. ഇതിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള കളക്ടർമാരും ഉയർന്ന റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് ഈ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു കളക്ടർമാരുടെയും ഉയർന്ന റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു പ്രീഓക്കുപ്പേഷൻ. നമുക്കറിയാമല്ലോ, രാവിലെ പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ച, ആ പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞ് മന്ത്രിമാരൊക്കെ വരുമ്പോൾ അവർക്ക് നോൺ വെജിറ്റേറിയൻ അടക്കമുള്ള വിപുലമായിട്ടുള്ള പ്രാതലാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ക്രമീകരിച്ചിരുന്നത്. നമ്മൾ അന്ന് കേട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഈ പൗരപ്രമുഖരുമായിട്ടൊക്കെ യോഗം നടക്കുന്ന സമയത്ത് ഈ പൗരപ്രമുഖന്മാരുടെ ഓരോ ടേബിളുകളിലും പാലിൽ കുതിർത്ത കശുവണ്ടിപ്പരിപ്പ് ഉൾപ്പെടെയുള്ള മുന്തിയ വിഭവങ്ങൾ അവർക്ക് യോഗസ്ഥലത്ത് ക്രമീകരിക്കണമെന്ന് കളക്ടർമാർക്ക് സർക്കാർ ഉത്തരവ് വഴി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഈ നവകേരള സദസ്സിലെ തുടക്കം എന്ന് പറയുന്നത് പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയായി. ആ പൗരപ്രമുഖരുമായിട്ട് ചർച്ച നടക്കുമ്പോൾ അവരുടെ എല്ലാം മേശമേൽ, അവിടെ മന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ആണല്ലോ ഇവരായിട്ട് ചേർന്നത്, അവരുടെ എല്ലാവരുടെയും മേശയിൽ പാലിൽ കുതിർത്ത കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അടങ്ങുന്ന ഈ പറഞ്ഞ പോലെ മുന്തിയ വിഭവങ്ങൾ അവർക്ക് കഴിക്കാനായി ഉണ്ടാക്കണമെന്ന് കളക്ടർമാർക്ക് സർക്കാർ ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനൊക്കെ പുറമെ ഓരോ സ്ഥലത്തും ഫുഡ് കമ്മിറ്റിക്ക് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഉച്ചഭക്ഷണത്തിലുള്ള വിഭവങ്ങളുടെ പട്ടികയൊക്കെ നിരന്തരം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഡയറക്ഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നവകേരള ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തലശ്ശേരിയിലെത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തെക്കൻ ജില്ലയിലെ കളക്ടർമാർക്ക് വലിയ താല്പര്യമായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് ഏതൊക്കെയാണ് വിഭവങ്ങൾക്ക് ഇഷ്ടം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുകയാണ്. അപ്പോൾ തെക്കൻ ജില്ലയിലെ കളക്ടർമാരെ അത് അന്വേഷിച്ചു. വടക്കൻ ജില്ലയിലെ കളക്ടർമാരോട് ചോദിച്ചു എന്താണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. അത് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് എന്താ മനസ്സിലായെന്നറിയോ? തലശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊഞ്ചു തീയലാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്ന് അദ്ദേഹം അത് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി കഴിച്ചത് അതാണെന്നും കണ്ട എറണാകുളത്തെ കളക്ടർ നിർബന്ധമായും മറ്റു വിഭവങ്ങൾ ഇനി ഒഴിവാക്കിയായാലും കൊഞ്ചു തീയൽ വേണമെന്ന് ഉത്തരവിട്ടത് ഒരു പരസ്യ യോഗത്തിലാണ് എന്നാണ് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. പരസ്യമായ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ എറണാകുളം ജില്ലയിലെ കളക്ടർ പറഞ്ഞു, തലശ്ശേരിയിലൂടെ കടന്നു വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊഞ്ചു തീയലാണ്, അതുകൊണ്ട് കൊഞ്ചു തീയൽ എന്തായാലും വേണം. വേറെ ഒരു വിഭവങ്ങളില്ലെങ്കിൽ പോലും
മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായി കഴിച്ച കൊഞ്ചു തീയൽ എന്തായാലും ഉച്ചഭക്ഷണത്തിന് ഉണ്ടാവണം എന്ന് കളക്ടർ എറണാകുളത്തെ കളക്ടർ ഒരു പരസ്യ യോഗത്തിൽ ഉത്തരവിട്ടു എന്നാണ് കേൾക്കുന്നത്. ആലപ്പുഴയിൽ ലഭിക്കുന്ന മത്സ്യ വിഭവങ്ങളെക്കുറിച്ച് അന്ന് സജി ചെറിയാൻ വാചാലമായത് നമ്മൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നവകേരള സദസ്സിൻ്റെ സർക്കാർ ഉത്തരവിൽ വേദിയിൽ മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവരവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മുറികളിൽ ജില്ലാ കളക്ടർമാർ തന്നെ ഭക്ഷണം എത്തിക്കാനുള്ള ക്രമീകരണം നടത്തണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചില മന്ത്രിമാർക്കൊക്കെ ഈ നവകേരള സദസ്സിൻ്റെ വേദികളിൽ വരാൻ ചിലപ്പോൾ കഴിയാതെ വരും. അങ്ങനെ കഴിയാതെ വരുന്നവർക്ക് അവരവരുടെ ഗസ്റ്റ് ഹൗസിലെ മുറികളിൽ അവർക്ക് ഇഷ്ടമുള്ള മുന്തിയതരം ഭക്ഷ്യവിഭവങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള ഉത്തരവാദിത്വം കളക്ടർമാർ തന്നെ നേരിട്ട് ഇടപെട്ട് ചെയ്യണമെന്നായിരുന്നു ഉത്തരവ്. നമ്മൾ ആലോചിച്ച് നോക്കണം, മുൻകാലത്തൊക്കെ ഗസ്റ്റ് ഹൗസ് സൂപ്രണ്ടന്മാരൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു പകരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം ജില്ലാ കളക്ടർമാർ ക്രമീകരിക്കണമെന്ന് സർക്കാർ ഉത്തരവിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ പഞ്ചനക്ഷത്ര യുഗം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയൊക്കെ പഞ്ചനക്ഷത്ര യുഗം അസ്തമിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഓർത്തോണം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ പിണറായി വിജയൻ പഞ്ചനക്ഷത്ര വിധേയനായി രൂപാന്തരപ്പെടുമ്പോഴാണ് പിണറായി വിജയൻ്റെ ചെറുപ്പകാലത്ത് ദുരിതപൂർണമായിട്ടുള്ള റൊട്ടി മാത്രം ഈ ഫയലിനകത്ത് വെച്ച് കൊണ്ടുപോയി കഴിച്ചുകൊണ്ടിരുന്ന ബാല്യം, ചില അവസരങ്ങളിൽ അതുപോലും ഇല്ലാതെ പട്ടിണി കിടന്ന് ജീവിക്കേണ്ടിയിരുന്ന ബാല്യം, അതൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ കൊഞ്ചു തീയലിൻ്റെയും ഈ പാലിൽ കുതിർത്ത കശുവണ്ടിപ്പരിപ്പിൻ്റെയും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഓർക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഈ വിമാനയാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് പിണറായി വിജയൻ കുടുംബവും ഒക്കെ ചേർന്നിട്ട് വിദേശത്തൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില ഒരു വിമാനം കഴിഞ്ഞാൽ വേറൊരു വിമാനം വരുന്നതിനിടയിൽ ചിലപ്പം കുറച്ച് താമസം വരുമല്ലോ. ആ താമസം വരുമ്പോഴത്തേക്കും വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. പക്ഷേ പിണറായി വിജയന് അത് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ലൗഞ്ച് വാടകയ്ക്കെടുത്താണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വിശ്രമിക്കുന്നത്. കാരണം ഈ ലൗഞ്ച് വാടകയ്ക്ക് എടുക്കാതെ പുറത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണമൊന്നും ഈ പിണറായി വിജയൻ അത്ര സൂഹിക്കില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല, അത്ര രസിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു പകരം ലക്ഷങ്ങൾ മുടക്കി ലൗഞ്ച് വാടകയ്ക്ക് എടുത്താൽ അവിടെ പ്രീ കോഴ്സ് ഡിന്നറുകൾ കിട്ടും. സാധാരണ യാത്രക്കാർ വാങ്ങിക്കഴിക്കുന്നത് ഈ സ്റ്റാർബക്സ് പോലുള്ള സാധാരണ കോഫി ഷോപ്പുകളിൽ നിന്നുള്ള ഭക്ഷണമാണ് വാങ്ങിക്കഴിക്കുന്നത്. അതൊന്നും മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. ഒരു കാലത്ത് റോട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടിയ ആൾ പൊതുജനങ്ങളുടെ ചെലവിൽ മണിക്കൂറിന് 2 ലക്ഷം രൂപ വാടകയുള്ള ലൗഞ്ച് എടുത്തിട്ട് അവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം. ആലോചിച്ച് നോക്കുക നമ്മൾ. കാരണം അവിടെയാണ് അതിഗംഭീര 5 കോഴ്സ് ഡിന്നറുകൾ കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് സാധാരണ വല്ല ഭക്ഷണമോ വല്ല ബിരിയാണിയോ ഒക്കെ മേടിച്ചിട്ട് കഴിക്കേണ്ടി വരും. അതൊന്നും നമ്മുടെ പഞ്ചനക്ഷത്ര വിജയന് താല്പര്യമില്ല. അതിന് വേണ്ടിയിട്ട് ലൗഞ്ച് വാടകയ്ക്ക് എടുക്കും. എവിടെ? എയർപോർട്ടിൽ 2 ലക്ഷം 2.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ലൗഞ്ച് വാടകയ്ക്ക് എടുത്ത് ഈ പഞ്ചനക്ഷത്ര വിജയൻ ഭക്ഷണം കഴിച്ച് ഉല്ലസിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തോണം. പിന്നെ വേറൊരു വിവരം കിട്ടിയത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഓരോ മാസങ്ങളിലും ഓരോ മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിസഭാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിരുന്ന് നൽകുന്നത് പതിവായിരുന്നു. അത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഏതാണ്ട് 100 കണക്കിന് മാസങ്ങളിൽ അത് ആ ഒരു കീഴ്വഴക്കം തുടർന്നു എന്നാണ് പറയുന്നത്. ഏത് മന്ത്രി ഏത് മാസത്തെ വിരുന്നൊരുക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിൽ നിർദ്ദേശിച്ചു. ഇതൊരു കുടുംബ ക്യാബിനറ്റ് ആയിട്ടാണ് ഇത് നിശ്ചയിച്ചത്. ഒരു മന്ത്രി പറയും നാളെ റവന്യൂ മന്ത്രിയുടെ വീട്ടിലാണ് എന്ന് പറയും. അതിന് ക്യാബിനറ്റ് അറ്റ് ഹോം എന്നാണ് പേരിട്ടത്. ക്യാബിനറ്റ് അറ്റ് ഹോം. ഇത്തരം അറ്റ് ഹോമുകൾ സാധാരണത്തിൽ ഗവർണർമാർ വർഷത്തിൽ 2 തവണയൊക്കെയാണ് നടത്തുക. എന്നാൽ ഈ അറ്റ് ഹോം ഈ ക്യാബിനറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞ പരിപാടി എല്ലാ മാസവും ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീട്ടിൽ നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയന് നിർബന്ധമായിരുന്നു. അതിന് 7 ഇനങ്ങളെങ്കിലുമുള്ള വിപുലമായ ഒരു അത്താഴ വിരുന്നായിട്ടാണ് സംഘടിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ മുന്തിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും കേറ്ററിംഗ് കമ്പനികളും ഒക്കെയാണ് ഈ വിരുന്നിന് ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ മാസവും ഓരോ മന്ത്രിയുടെ വീട്ടിൽ.
സാമ്പത്തികമായി ശക്തിയില്ലാത്ത മന്ത്രികൾ അവരവരുടെ വകുപ്പുകളിലെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത്. അതേസമയം ടൂറിസം വകുപ്പ്, പൊതുമരാമത്ത് പോലുള്ള അവർക്ക് ഒരു വലിയ പണമുള്ള വകുപ്പായതുകൊണ്ട് അവർക്ക് പണം ഒരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ പലപ്പോഴും വ്യക്തിഗതമായി സമ്പത്തില്ലാത്ത മന്ത്രിമാർ ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഈ വിരുന്നൊരുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിലെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയുടെ നിർബന്ധപ്രകാരം ഈ വിരുന്നൊരുക്കാൻ വേണ്ടി കാസർഗോഡത്തെ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പ എടുത്തു എന്നുള്ളൊരു ഫലിതം വരെ സെക്രട്ടേറിയറ്റിൽ കറങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. റവന്യൂ മന്ത്രിക്ക് ഇത് നടത്താൻ വേണ്ടി പൈസ ഇല്ലാന്നപ്പോൾ അയാൾ ബാങ്കിൽ നിന്ന് എടുത്തു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണല്ലോ. എങ്ങനെയായിരുന്നു പിണറായി വിജയൻ്റെ ബാല്യം? പിണറായി വിജയൻ്റെ ബാല്യം എത്ര ദുരിതപൂർണമായിരുന്നു, എത്ര ദരിദ്രമായൊരു കുടുംബത്തിലായിരുന്നു ജീവിച്ചിരുന്നത് പിണറായി വിജയൻ എന്ന് നമ്മൾ കണ്ടു. അത് അദ്ദേഹം പിണറായി വിജയൻ പറയുന്നത് നമ്മൾ കേട്ടു. അതിനുശേഷം പിണറായി വിജയൻ പടിപടിയായി പാർട്ടിയിൽ വളർന്നു വന്നു. 4 ടേം സംസ്ഥാന സെക്രട്ടറിയായി. 4 ടേം സംസ്ഥാന സെക്രട്ടറി ആയ സമയത്ത് ഈ പറഞ്ഞതുപോലെ നെയ്മീനും കാളാഞ്ചിയും ഒക്കെയാണ് കഴിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആയതോടുകൂടി ഈ പട്ടിണി കിടന്ന വിജയൻ ഒരു പഞ്ചനക്ഷത്ര വിജയനായി മാറിയതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ, ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങൾ പാലിൽ കുതിർത്ത കശുവണ്ടി മുതൽ, കൊഞ്ചു തീയൽ മുതൽ, എയർപോർട്ടിൽ ഇരുന്നുള്ള ലൗഞ്ച് വാടകയ്ക്കെടുത്തുള്ള 5 കോഴ്സ് ഡിന്നർ മുതൽ ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ മാസവും ക്യാബിനറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് 7 മുതൽ മുകളിലോട്ടുള്ള വിഭവങ്ങളുള്ള ആ ഭക്ഷണം, ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ശ്രീമാൻ പിണറായി വിജയൻ കഴിച്ച് ആർത്തുല്ലസിച്ച് അർമാദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. 3 മാസം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാക്കി വെച്ച് ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെയുള്ള സൗത്ത് ബ്ലോക്കിലും ഒക്കെയുള്ള നല്ല ഗതകാലത്തെ ഓർമ്മകൾ ബാക്കി വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയന് ധർമ്മടത്തേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും കേരളത്തിലെ CPM നേതാക്കന്മാരുടെ അവരുടെ ജീവിത ശൈലിയിലൊക്കെ വരുന്ന ഈ പറഞ്ഞ പോലെ അത്യഭൂതപൂർവമായിട്ടുള്ള മാറ്റത്തിൻ്റെ സംസാരിക്കുന്ന തെളിവുകളാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഇതിനകം വെച്ചത്.